ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അതേണ്ട ഈ കാണുന്ന ചെമ്പട്ടി ചീര അല്ലെങ്കിൽ പട്ടി ചീര എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചീരയെ പറ്റിയാണ്. നമ്മളുടെ കയ്യിൽ ഇതിൻ്റെ വിത്തില്ലായിരുന്നു. നമ്മൾ നേരത്തെ ചുമന്ന ചീര എന്നും പറഞ്ഞ് വിത്ത് വാങ്ങിച്ചതെല്ലാം നമ്മൾ കൊണ്ട് നട്ട് കഴിയുമ്പോൾ നമുക്ക് ഹാഫ് പച്ച, പിന്നെ കുറച്ച് ചുമപ്പും കൂടെ ഒക്കെ ചേർന്നിട്ടുള്ളതും പിന്നെ ലൈറ്റ് ചുമപ്പൊക്കെ ആയിട്ടുള്ളതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ വിത്ത് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് അങ്ങനെ ഇരിക്കെ നമ്മൾ യാദൃശ്ചികമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് റോഡ് സൈഡിൽ ചീര വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നു. കണ്ടത്തിൻ്റെ സൈഡിലായിരുന്നു. അപ്പം ഇതുപോലെ അവർ പിഴുത് വേരോടെ എടുത്താണ് കൊണ്ട് വെച്ചിരുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ചെറിയ തൈ നോക്കി നമ്മളെടുത്ത് നട്ട് പിടിപ്പിച്ചെടുത്തതാണ് ഇത്രയും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നട്ടതാണ്. ഇതൊക്കെ വലിയ കരുത്തോടെ വന്നില്ല, ചെറുതായിട്ട് തന്നെ നിൽക്കുന്നേ ഉള്ളൂ. എന്നാൽ നമുക്ക് അത്യാവശ്യത്തിന് വിത്തിനും ചെറിയൊരു തോരനും വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിത്തെടുക്കുക എന്നുള്ളതാണ്. അതിനുള്ളത് നമുക്ക് കിട്ടി. അപ്പോൾ വിത്തില്ല എന്ന് പറയുന്നവരെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചീരയിലെ ഇപ്പോൾ വലിയ തണ്ടാണെങ്കിൽ പോലും നമുക്ക് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പിടിക്കുമെന്നുള്ള കാര്യത്തിന് ഇപ്പോൾ യാതൊരു സംശയവുമില്ല. അങ്ങനെ അതിനെ വളർത്തിയെടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ വിത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടോ, ഇതിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നുണ്ട്. നല്ല സൂര്യപ്രകാശമുള്ളിടത്താണ് നമ്മൾ നട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിന് ചാണകപ്പൊടി കൊടുത്തിട്ടാണ് വളർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റായിട്ട് കിട്ടിയിട്ടുമുണ്ട്. നമുക്കപ്പോൾ ഇതിനെ ഇപ്പോൾ ഒരുപാട് ബ്രാഞ്ചായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ തൊട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കുറച്ച് ഇലയുള്ള ഭാഗം നിർത്തിയതിന് ശേഷം നമ്മളിതിനെ ചരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്തു നിന്ന് ഒരുപാട് ബ്രാഞ്ചസ് വന്ന് പിന്നെയും നമുക്കിതിനെ കുറേ കാലം കൂടെ വിളവെടുക്കാനായിട്ട് പറ്റും. വിത്തിന് നമുക്ക് 2 എണ്ണത്തിനെ നിർത്താം, ബാക്കി നമുക്ക് കരുത്തുള്ളത് നോക്കി വിത്തിന് നമുക്ക് നിർത്താം, ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇല നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അഴുകി പോകുകയെ. ഇല ഇല്ലാതെ ഇവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പുതിയ ബ്രാഞ്ചുകൾ വരത്തുമില്ല, അത് അഴുകി പോവുകയും ചെയ്യും. കുറച്ച് ഉയരത്തിൽ നിന്ന് തന്നെ വേണം നമ്മളതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.